ൽ പഠിക്കാൻ പോയ താൻ 3 ആഴ്ചയോളം ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് നടി എസ്തർ അനിൽ. ലണ്ടനിൽ പോയി പഠിക്കണമെന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അന്ന് അതിനു സാധിച്ചില്ല. ആഗ്രഹിച്ച കോഴ്സ് കിട്ടിയപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും അതിനു വേണ്ടി വരുന്ന സാമ്പത്തിക ബാധ്യത ഓർത്തപ്പോൾ തനിക്ക് പറ്റില്ലെന്ന് തോന്നിയിരുന്നുവെന്നും നടി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ലണ്ടനും ഞാൻ പഠിക്കുന്ന കോഴ്സും വളരെ ചെലവേറിയതാണ്. 3 ആഴ്ച ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തു. കുറച്ച് കട്ടിംഗ് പരിപാടികളും ഉണ്ടായിരുന്നു. മുറിച്ച് എൻ്റെ കൈയൊക്കെ മുറിയാൻ തുടങ്ങിയെന്നും എസ്തർ പറഞ്ഞു. UG ചെയ്യാൻ ബോംബെയിൽ പോയി, മാസ്റ്റേഴ്സ് ചെയ്യാൻ ലണ്ടനിലും പോയി. ഇങ്ങനെയൊരു ലൈഫ് ഇഷ്ടമാണ്. പക്ഷേ അത് നാട്ടിലെ ശല്യം കൊണ്ടൊന്നുമല്ല. സിനിമയേക്കാൾ കൂടുതൽ മനസ്സ് അക്കാദമിക്സിലാണെന്ന് എസ്തർ അനിൽ വ്യക്തമാക്കി. 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സഹപാഠികൾ തന്നെ അഹങ്കാരി എന്ന് വിളിച്ചിരുന്നതായും എസ്തർ ഓർത്തു. 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ലാലേട്ടൻ്റെ കൂടെ ഒരു നാൾ വരുമെന്ന പടം ചെയ്യുന്നത്. അപ്പോഴാണ് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഞാനപ്പോൾ വളരെ അഹങ്കാരിയാണെന്നും കൂടെ പഠിച്ചിരുന്നവർ പറഞ്ഞതായി ഓർക്കുന്നുണ്ട്. ആ പ്രായത്തിൽ ചിലപ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന തോന്നൽ വന്നിട്ടുണ്ടാകും. പിന്നീട് ആ ചിന്ത പോയി. പടം വരും, പിന്നെയും ഒരുപാട് പടങ്ങൾ പരാജയപ്പെടും. ചിലത് ആളുകൾക്ക് ഇഷ്ടമാടും, ചില പടങ്ങൾ ഇഷ്ടമാവില്ല. അത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ഇപ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസുമായി ഒട്ടും അറ്റാച്ച്ഡ് അല്ല. അങ്ങനെ ഒരു സെലിബ്രിറ്റിയാണ് ഞാനെന്നും വിചാരിക്കുന്നുമില്ലെന്നും എസ്തർ കൂട്ടിച്ചേർത്തു. ദൃശ്യം എന്ന ചിത്രത്തിൽ നായകനായ ജോർജ് കുട്ടിയുടെ ഇളയ മകളെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് എസ്തർ അനിൽ. UK ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ ഉപരിപഠനം നടത്തുകയാണ് ഇപ്പോൾ താരം. ജയരാജ് സംവിധാനം ചെയ്ത ശാന്തമേ രാത്രിയിൽ ആണ് എസ്തറിന്റെ ഉടനെ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം.